We are happy to have such a good friend who is rare in the rarest. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ജുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കണ്ടായിരുന്നു നിങ്ങൾ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നുപോയി, തിരക്കിപ്പെട്ട് അതെല്ലാം മറന്നുപോയി. അപ്പോൾ ഞങ്ങളോടത്ത് ഇനി റൂമിലേക്ക് കയറി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അഞ്ജുവിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം അഞ്ജു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അൺബോക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഗിഫ്റ്റുകളൊന്നും കാണിച്ചില്ലല്ലോ, അപ്പോൾ എല്ലാ ഗിഫ്റ്റുകളും നമുക്ക് അൺബോക്സ് ചെയ്തെല്ലാം കാണാം. അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സിങ്ങും അതുപോലെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ അഞ്ജുവിൻ്റെ കുട്ടിക്കാലത്ത് 2-3 ഫോട്ടോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഞ്ജുവിൻ്റെ ചെറുപ്രായത്തിലെ ആ ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ അഞ്ജുവിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നുപോയി. വർത്താനത്തിൻ്റെ ഇടയ്ക്കും കേക്ക് കട്ടിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ മറന്നുപോയി. അപ്പോൾ അഞ്ജുവിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അഞ്ജുവിനൊരു ആഗ്രഹം കുറേ നാളായി പറയണം, പക്ഷെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ തോന്നിയെന്ന് ബർത്ത്ഡേയുടെ ടൈമാണല്ലോ, അപ്പോൾ വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ച്. അഞ്ജുവിന് ചെറിയ ഐഡിയ ഉണ്ട്, കാരണം കുറേ നാളായി പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഏകദേശം എവിടെയൊക്കെ പിടി കിട്ടുന്നുണ്ട് ആ ഒരു ഷേപ്പ് പോണ ഒരു ബോക്സ് രീതി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ചേട്ടനും കൂടെ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ കൊടുത്ത് വരുത്തിയത് കേട്ടോ. അപ്പോൾ അറിയാലേ. അപ്പോൾ ഞങ്ങളിത് അൺബോക്സ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു, കാരണം അത് നമുക്ക് കിട്ടുന്ന അന്ന് തന്നെ നോക്കി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് തന്നെ കൊണ്ട് നമ്മൾ നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ പാക്ക് ചെയ്തതാണ്. അപ്പോൾ അഞ്ജുന് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോൾ അതാ ഇനി പപ്പയുടെ ഗിഫ്റ്റ് ഇതാ വരുന്നു. അടിപൊളി. താങ്ക് യു. ഓ സൂപ്പർ. പപ്പയുടെ ഗിഫ്റ്റുമായി മമ്മിയുടെ ഗിഫ്റ്റുമായി. ഈ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യണ്ടേ? പക്ഷെ ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. ഞങ്ങൾ ചോറുണ്ടിട്ടില്ല. ചോറുണ്ടിട്ടൊക്കെ അൺബോക്സ് ചെയ്താൽ പോരെ? ശരി ഓക്കെ. എഗ്ഗ് തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ രണ്ടാമത്തെ ട്രിപ്പും ഒരു 3-4 കൂടെ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. എങ്ങാൻ തികഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്തു. അപ്പോൾ ബാക്കിയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബിരിയാണി കഴിച്ചു നോക്കട്ടെ കേട്ടോ. കഴിച്ചു നോക്കിയില്ലായിരുന്നു, ടേസ്റ്റ് നോക്കട്ടെ. നല്ലതാ, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു അഞ്ജു? എനിക്കിഷ്ടമായി, പിന്നെ ബിരിയാണിയാണല്ലോ. അഞ്ജുവിൻ്റെ ഫേവറേറ്റ് ആണ് ബിരിയാണി. അഞ്ജു പറഞ്ഞു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാന്നു. അപ്പം കൊള്ളാം, നല്ലതാ. ഞങ്ങൾ ഫുഡ് കഴിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ ബിരിയാണി? സൂപ്പർ അല്ലേ? നല്ല ബിരിയാണി. ചിക്കൻ ഇല്ലാത്തപ്പോഴും നമുക്കിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാക്കാനായിട്ട് കുറച്ച് ഇങ്ങനെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വല്ല പാർട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം കുറച്ച് ജോലികളൊക്കെ തീർത്ത് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസത്തിന് എളുപ്പമുണ്ട് നമ്മുടെ ജോലികൾ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ടേബിളൊക്കെ ക്ലീൻ ആക്കി. ഇനി അടുത്തത് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ്. അത് അഞ്ജു ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ടയേർഡാണ് ശരിക്കും പറഞ്ഞാൽ. രാവിലെ തൊട്ട് ചെറിയ ജോലികളാണെങ്കിലും നമ്മൾ ചെയ്ത് ഒരു ടയേർഡായി ചെറുതായിട്ട്. അപ്പോൾ ഇന്നത്തെ ഡേ അഞ്ജുവിൻ്റെ ഡേ ആണ്. അപ്പോൾ അഞ്ജുവിൻ്റെ സ്പെഷ്യൽ ഡേയിൽ അഞ്ജുവിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങിക്കോ. ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം, എന്നെ കൊണ്ട് പറ്റുന്നത് പറഞ്ഞുതരാം. ആദ്യം തന്നെ അമ്മയുടെയും ഉപ്പയുടെയും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, തുറക്കട്ടെ. കുറച്ച് തുറന്നു നോക്ക്, ഇഷ്ടമായി നോക്ക്. യുകെലിലെ ആട്ടോ, കേഡൻസിന്റെ യുകെലിലെ. കോൺസേർട്ട് സൈസ് യുകെലിലാണ് കേഡൻസ് ബ്രാൻഡിന്റെ. തുറക്ക്, ഗിഫ്റ്റിന്റെ അൺബോക്സ് ആവട്ടെ. എന്റെ കൂടെ എന്റെ ബാഗും കിട്ടിയിട്ടുണ്ട്. ബാഗുണ്ട്. ഇനിയാണ് നമ്മള് ഗിഫ്റ്റ് ഒക്കെ എടുക്കുന്നത്. ഇഷ്ടായോ? എത്രയും ഇത് ചെയ്യാൻ അറിയില്ല, ഇപ്പൊ കയ്യില് കിട്ടിയതല്ലേ ഉള്ളൂ. വർക്കിംഗ് ആണോന്നെങ്കിലും നോക്കി ബജാജ് ചോദിക്കുന്നു. എന്താ പറയണേ?
ഇപ്പൊ ഇത് ട്യൂൺ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഒരു ബസ് മാരത്തെ സൗണ്ട് ഒക്കെ കേൾക്കും. ഒന്ന് പ്ലേ ചെയ്യും. എനിക്ക് അത്ര അറിയില്ല. വർക്കിംഗ് ഒക്കെയാണ്, നല്ലതാണ്. ഒന്ന് പഠിച്ചിട്ട് കേൾപ്പിക്കാൻ. ഇത് കാര്യമായിട്ട് പഠിക്കാൻ പോണ്ട, സ്കൂളിലേക്ക് ആദ്യം പഠിച്ചാൽ മതി. ഇത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ടൈം പാസിനൊക്കെ. അപ്പൊ പപ്പയ്ക്കും മമ്മിക്കും വലിയ താങ്ക് യു. വെൽക്കം. അപ്പൊ മമ്മിയുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തു. ഈ പപ്പയുടെ ഞാൻ ഇത് പാക്ക് ചെയ്ത് വെക്കട്ടെന്നോ? ഇപ്പൊ എന്താ വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ. പപ്പയുടെ ഗിഫ്റ്റ് പപ്പ കുറെ പണി ചെയ്തിട്ടുണ്ടല്ലോ. പാക്ക് ചെയ്ത് കടയിൽ നിന്ന് പാക്ക് ചെയ്ത് കിട്ടിയെന്നോ? കടയിൽ കിട്ടിയതാണ്. ഫ്രെയിം ആട്ടോ. ഞാൻ ഗിഫ്റ്റ് പാക്ക് മാത്രം ചെയ്തു. ഓ സൂപ്പർ. പപ്പയുടെ ഗിഫ്റ്റ് അതിലും നല്ല അടിപൊളി സൂപ്പർ ആയിട്ട്. ഹാപ്പി ബർത്ത്ഡേ അഞ്ജു. സൂപ്പർ അടിപൊളി. ഇന്ന് ക്ലോസപ്പ് കാണിച്ചേ. ഇതാട്ടോ പപ്പയുടെ ഗിഫ്റ്റ്. സൂപ്പർ, ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്. അഞ്ജുവിന്റെ പല പല സ്റ്റേജിലുള്ള ഫോട്ടോസ്. ഓ ഇതൊക്കെ അവിടെ നിന്ന് അപ്പൊ ഇങ്ങനെ തേടി തപ്പി കണ്ടുപിടിച്ച്. ഇത് ഞാനും അഞ്ജുവിൻ്റെ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോഴത്തെ. ഇതൊക്കെ പിന്നെ ഒരുവിധം വലുതായിട്ട്. ഇത് ചെറുതായിരുന്നു ഇപ്പോഴത്തെ. ഇത് ചേട്ടൻ ആൽവിൻ ചെറുതായിരുന്നു ഇപ്പൊ ഉള്ള ഫോട്ടോ ആണ്, ആൽവിൻ്റെ അഞ്ജുവിൻ്റെയും. പിന്നെ ഇതൊരിക്കൽ ഓണത്തിനെടുത്തത്. ഇതെന്താ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോഴത്തെ. ഈ ഉടുപ്പ് ഞാൻ തയ്ച്ചതാ കേട്ടോ. അഞ്ജു ചെറുതായിരുന്ന സമയത്ത് ഞാൻ തയ്ച്ചു കൊടുത്ത ഉടുപ്പാണ് ഇതും. ഇത് രണ്ടും നമ്മൾ കടയിൽ നിന്ന് തുണിയൊക്കെ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് തോളിക്കൂടെയുള്ള വള്ളി ഉടുപ്പ് അല്ലേ? നല്ല കംഫർട്ടബിൾ ഉടുപ്പായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഇടില്ലല്ലോ, ഇഷ്ടമില്ലല്ലോ. ഇപ്പൊ അങ്ങനത്തെ ഇടാൻ പറ്റില്ല, ഇഷ്ടമല്ല. ഓക്കെ. ഇത് നമ്മുടെ ഡൈന ചേച്ചി, റോസ് ചേച്ചി, എൽസു ചേച്ചി ഗിഫ്റ്റ്. നമ്മുടെ രാവിലെ തന്നെ ഫസ്റ്റ് കൊണ്ടുവന്ന ചേച്ചിമാരുടെ ഗിഫ്റ്റാണ്. അടിപൊളി, സൂപ്പർ. അഞ്ചിന് ഇങ്ങനെ ടോപ്പുകൾ ഇഷ്ടം. എന്തായാലും അവർക്ക് കറക്റ്റ് അറിയും. ഇങ്ങനെ ടോപ്പുകളൊക്കെ ഇടും. ടോപ്പ് അല്ലെങ്കിൽ ഷോർട്ട് കുർത്തിയും ഇടും, ലോങ് കുർത്തിയും നീ വരെയൊക്കെ ഉള്ളത്. പക്ഷെ ഫ്രോക്ക് ഒക്കെ പോയ നല്ലതാട്ടോ. ടോപ്പ് നല്ല ടോപ്പ് കിട്ടി. എനിക്ക് ഇങ്ങനത്തെ കളർ ഇല്ല അത്രയ്ക്കും. അപ്പൊ അടിപൊളി. അപ്പൊ താങ്ക് യു റോസ് ചേച്ചി, എൽസി ചേച്ചി, ഡൈന ചേച്ചി. നല്ല ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ചിപ്പി തന്ന ഗിഫ്റ്റ്. രണ്ടാമത്തെ കൊച്ച് വന്നില്ലേ, അവള് തന്ന ഗിഫ്റ്റാണ്. അവള് പാർട്ടിക്ക് ഉണ്ടായില്ല, അപ്പൊ അവളെ ഞങ്ങള് മിസ് ചെയ്തു. അപ്പൊ അവള് തന്ന ഗിഫ്റ്റാണ്. എന്റെ ഷേപ്പ് കണ്ടിട്ട് ഒരു ഐഡിയ കിട്ടി. നീ അറിയില്ലേ, തുറന്നു നോക്കിയാലോ അറിയൂ. സൂപ്പർ, അടിപൊളി. എന്റെ ദൈവമേ, വാനിറ്റി ബാഗ് പേഴ്സ്. ഇങ്ങനത്തെ പേഴ്സ് ആദ്യമായിട്ട് കിട്ടുന്ന അടിപൊളി. അതിന്റെ കൂടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കി. എന്റെ ദൈവമേ, വലിയ ലെറ്റർ ഒക്കെ ഉണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഞ്ജു കുഞ്ചു. I am so happy today as you are turning 14 years old. You have grown up so well. You are so open-mindedly that every bad thing you tell about me, I just take it as a good things. And thanks to protect me from the bad people and to teach me to make good friends. It is true that you have told that you are always between me and Nia, and I know God have given you the correct position. Thank you for everything. ചിപ്പി എന്ന കാർഡാണ്, അടിപൊളി കാർഡ്. എനിക്ക് എഴുതിയാൽ നിൽക്കുന്നത് സൂപ്പർ ആയിരുന്നു. അപ്പൊ താങ്ക് യു ചിപ്പി ഫോർ ബാഗും ഈ കാർഡും. അടിപൊളി കാർഡ്. ഇതിന് ചെയിനും ഉണ്ട് കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് തുറക്കാൻ പറഞ്ഞതാ. ഞാൻ കണ്ടിട്ടുണ്ട് തോളിൽ തൂക്കിയിടുന്ന. ചേച്ചിമാരൊക്കെ കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. വാനിറ്റി ബാഗ്. ഒരു ചെയിൻ ഉണ്ട്, രണ്ട് സൈഡും ഓപ്പൺ. നാട്ടിലൊക്കെ പോകുമ്പോ കറങ്ങാനൊക്കെ പോകുമ്പോ കൊണ്ടോ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ അച്ചുവിന്റെ ആണ്. അച്ചു കവറിൽ എഴുതി വെച്ചേക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ അഞ്ജു, ഐ ലവ് യു സോ മച്ച്. പിന്നെ എന്താ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്
Anjali, loving, loyal, cheerful, talented, trustworthy, courage. A person who passes all these is not less than a god. By Achu. എന്തൊക്കെ ലെറ്ററുകളാണോ, എന്തൊക്കെ ബർത്ത്ഡേ വിഷസുകളാണോ കിട്ടുന്നത്. വാച്ചും കാർഡും. അടിപൊളി. വാച്ച് സൂപ്പർ വാച്ചാട്ടോ. എനിക്ക് വാച്ചിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്റെ വാച്ച് അതിന്റെ ആ സ്ട്രാപ്പ് അല്ലേ, സ്ട്രാപ്പ് ഇങ്ങനെ ഫോൾഡായി കട്ടാവണ രീതിയിലായിരുന്നു. ഒരു വാച്ചും കൂടെ കിട്ടിയ. അടിപൊളി, സൂപ്പർ. കറക്റ്റ് ടൈമിന് കിട്ടി. യെസ്, അടിപൊളി വാച്ചാട്ടോ. അടിപൊളി. നോക്കട്ടെ. സൂപ്പർ, നല്ല വാച്ച്. ഇനി അച്ചുവിന്റെ ലെറ്റർ ബർത്ത്ഡേ വിഷസ്. A token of love for you from my side. I hope you like it. Wishing you a happiest birthday. Happy birthday, Anju. It is impossible for me to express you in these 1 or 2 pages because you mean so much to me. There is no one like you. We love you so much because you wipe our tears in times of distress. We are happy to have such a good friend who is rare in the rarest. Even if you are left alone by everyone, I will always be with you. I think this assuration is the best gift that I can give you. Count your life by smiles, not tears. Count your age by friends, not years. I love you so much. At last, I wish you a very happy and prosperous birthday. Fill your birthday with your smiles, not with your tears. താങ്ക് യു അച്ഛനു. നല്ല ഒരു മെമ്മറബിൾ കാർഡായിരുന്നു. ഇങ്ങനെ സാധാരണ കാർഡൊക്കെ കിട്ടുമ്പോ ഹാപ്പി ബർത്ത്ഡേ അഞ്ജു, അതിനകത്ത് കേക്കിന്റെ പടം, അങ്ങനെ പിള്ളേരൊക്കെ തന്നെ. ഇത് എനിക്ക് ഈ ഇതിനകത്ത് എഴുതിയ കുറെ ലൈൻസ് ഭയങ്കര മീനിങ് ഫുള്ളും ഭയങ്കര ടച്ചിങ്, ഹാർട്ട് ടച്ചിങ് ലൈൻസ് ആണ്. അപ്പൊ അച്ഛനും ചിപ്പിക്കും ബിഗ് താങ്ക്സ് എന്റെ വക. ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റിലേക്ക് പോകാം. അടുത്തത് നിക്കിത ചേച്ചി തന്ന ഗിഫ്റ്റ് ആട്ടോ. ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് ഉണ്ട് ഡയറി മിൽക്കിന്റെ. ഇനി അടുത്തത് നോക്കാം. അത് വാച്ചാണോ? വാച്ചിന്റെ പോലത്തെ ഷേപ്പ് 2 വാച്ചുണ്ടോ? അപ്പൊ അതിലൊരെണ്ണം മമ്മിക്കാറോ? വാച്ചാണെങ്കിൽ നമുക്ക് തുറന്നു നോക്കാൻ അറിയില്ല, വേറെ വലുത് എങ്ങനെയാണോ. അതൊക്കെ വല്ല പൊട്ടുന്ന സാധനമാണെങ്കിൽ വാച്ചാട്ടോ. അപ്പൊ കറക്റ്റ്. അപ്പൊ ഒരെണ്ണം മമ്മിക്ക്, ഒരെണ്ണം അഞ്ചു. ബിക്കോസ് എനിക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇട്ടുകൊണ്ട് പോവാലോ സ്കൂളിലേക്ക്. വാച്ച് അലൗഡ് ആണല്ലോ. സൂപ്പർ. വാച്ചാട്ടോ. ഒരു ചെയിനുള്ള സ്ട്രാപ്പും ലെതറിന്റെ ചേഞ്ച് ആയി. നല്ല ഡിസൈൻ, നല്ല വാച്ച്. ഇത് കണ്ടോ, പപ്പ ഉണ്ടോ? നല്ല വാച്ച്, രണ്ടും നല്ല അടിപൊളി. അപ്പൊ നിക്കിത ചേച്ചിക്കും താങ്ക് യു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ്. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് നമ്മുടെ സിദ്ധു ബയ്യ തന്നതാണ്. നമ്മള് കേക്ക് കട്ടിങ്ങിന്റെ നേരത്തെ എടുത്ത് ടേബിളിൽ നിന്ന് മാറ്റി കിച്ചണിൽ വെച്ചേക്കായിരുന്നു അല്ലേ? അത് മറന്നുപോയതാ. ഇപ്പൊ കണ്ടപ്പോ വേഗം ഓർമ്മ വന്നു. ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ പറക്കി കൊടുത്തു. ഓ അടിപൊളി, വാവ്. പിന്നെ ഇത് കൂടാണ്ട് വേറെയും ക്യാഷ് ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതും കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേര് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്നാ ഗ്ലാസ് ആണോ? അത് കപ്പ്, ബാഗ്. അപ്പൊ അതൊക്കെ അതിന് കെട്ടഴിക്ക്. അതിങ്ങനെ ഗിഫ്റ്റ് പോലെ അങ്ങനെ കെട്ടി വെച്ചേക്കുന്നവര് കടയിൽ നിന്ന് കെട്ടി കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ആണ്. ഗ്ലാസ് വെച്ചാ ഒരു റൗണ്ട് കപ്പ്. ഇത് ഇവിടെ പൊളിക്കാൻ പറ്റൂല, അത് ഒട്ടിച്ച് വെച്ചേക്കും അവര്. നമുക്ക് പതുക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ആ നെറ്റ്. അപ്പൊ സിദ്ധുബയ്യക്കും താങ്ക് യു. ദേ നമ്മുടെ തൊട്ടടുത്തുള്ള സിദ്ധുക്കുട്ടൻ വന്നിട്ടുണ്ട് അഞ്ജുവിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട്. ഈവനിങ്ങിൽ കൊണ്ടുവന്നേക്കണം കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മുടെ എന്താ പറയുക, ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എൻറ്റിപ്പിക്കുന്ന സിദ്ധു കൊണ്ടുവന്നേക്കുന്നത്. താങ്ക് യു. അപ്പം അഞ്ജുവിന് കിട്ടിയ ഗിഫ്റ്റ് അഞ്ജുത ഉടനെ അൺബോക്സ് ചെയ്യാണ് അല്ലേ? അഞ്ജുവിന് എന്താന്ന് അറിയാനുള്ള ആകാംക്ഷയാണ്. ഓ അടിപൊളി. ഓഫ്, ടോപ്പുകൾ ഇല്ലാത്ത കളറാണ് അല്ലേ? അടിപൊളി, സൂപ്പർ. താങ്ക് യു സിദ്ധു. അപ്പൊ സിദ്ധു ഭാവിക്ക് താങ്ക് യു. അടിപൊളി. അഞ്ജുവിന് ഇല്ലാത്ത കളറും ഇതുവരെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കളർ എടുത്തിട്ടില്ല. ഓക്കെ, സൂപ്പർ ആയിട്ട്. അപ്പൊ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും, വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. കമന്റില് കുറെ പേര് വിഷസ് അയച്ചിട്ടുണ്ട്.
അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ഈ ബർത്ത്ഡേയുടെ വ്ലോഗ് വരുമ്പോ അതിനകത്ത് കുറെ പേര് ഇടാറുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിലും ഒത്തിരി പേര് വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ ബർത്ത്ഡേയില് കൂടുതൽ മിസ് ചെയ്തേക്കുന്നത് ചേട്ടനെയാണ്. ചേട്ടനെ വീഡിയോ കോൾ വിളിക്കാനും പറ്റിയില്ല. ഓഡിയോ കോൾ വിളിച്ച് ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ചേട്ടൻ ബിസി ആയതുകൊണ്ട് വേഗം തന്നെ ഫോൺ വെച്ചു. പാർട്ട് ടൈം ജോബ് ഉണ്ട്, അപ്പൊ ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനിടയ്ക്ക് സമയം കിട്ടിയപ്പോ ചേട്ടനെ കൊറേ മിസ് ചെയ്യുന്നുണ്ട്. മുമ്പത്തെ ബർത്ത്ഡേക്കും ചേട്ടനില്ലായിരുന്നു, ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്കും ചേട്ടനില്ല. രണ്ടാമത്തെ ബർത്ത്ഡേ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ചേട്ടനില്ലാണ്ട്. അപ്പൊ കൊറേ മിസ് ചെയ്യുന്നുണ്ട് ചേട്ടൻ. ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഭയങ്കര പ്ലാനിങ്ങും വെറുതെ ഒരു ആ കാര്യം ഇല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതൊന്നും ഇല്ല. കേക്ക് ബാക്കി. ഇപ്പൊ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേക്കും കഴിഞ്ഞ് ഒരു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളായിരുന്നു. ഇപ്പൊ ഒരു ഹാഫ് തന്നെ ഇരിക്കുന്നുണ്ട് കേക്ക്. ഇപ്പൊ ചേട്ടനും ഇല്ലാണ്ട് അത്ര തിന്നാനും തോന്നുന്നില്ല കേക്ക്. അല്ലെങ്കിൽ അടിപിടി കൂടി തിന്നാൻ രസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ ഈ ബർത്ത്ഡേക്കും 2 ബർത്ത്ഡേ ആയി കഴിഞ്ഞു. കൊറേ മിസ് ചെയ്യുന്നുണ്ട് ചേട്ടനെ. ചേട്ടൻ വേഗം വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. നിങ്ങള് പ്രാർത്ഥിക്കാം ചേട്ടൻ പ്രാർത്ഥിക്കണ്ട, വേഗം വരാൻ വേണ്ടി. അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല. ചേട്ടന്റെ ഇപ്പൊ റിസർച്ച് വർക്ക് ചെയ്യണം. റിസർച്ച് വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോ ചേട്ടൻ പിന്നെ പയ്യെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ വരാനായിട്ട്. ഇനി അതിനിടയ്ക്ക് ടിക്കറ്റിന്റെ ചാർജൊക്കെ വളരെ ഡൗൺ ആയിട്ടൊക്കെ വരാണെങ്കിൽ അപ്പോ ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ചേച്ചിമാര് എന്റെ പോലത്തെ അനീത്തിമാര് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചേട്ടനെ മിസ് ചെയ്യുകയാണെങ്കിൽ അവര് കമന്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ മോൻ മിസ്സാവുന്ന ആവശ്യമാണ്, ഇവിടെ ആങ്ങളെ മിസ്സാവുന്ന ആവശ്യമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളും ബർത്ത്ഡേ വ്ളോഗും ഒക്കെ ഇത്രയ്ക്കൊക്കെയുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. എന്നാലും നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഡെയിലി ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ പറ്റില്ല, സ്കൂളൊക്കെ തുറന്നാലുള്ള നല്ല ബിസിയാണ്. അപ്പോൾ പറ്റുന്ന പോലെ സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കണം. ഈസ്റ്റർ വരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ തിക്കും തിരക്കൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.